നമസ്കാരം. കർമ്മ ഈസ് എ ബുമറാങ് എന്നത് സത്യമാണ് എന്ന് ഇന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യത്തിലാണ് അത് വീണ്ടും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരാവശ്യവുമില്ലാതെ പാർലമെൻറ്റിൽ തൃശ്ശൂർ MP സുരേഷ് ഗോപിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എമ്പുരാനിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരായ മുന്ന എന്ന് ആക്രോശിച്ച അതേ ബ്രിട്ടാസ് അന്ന് അയാളത് ചെയ്തത് ചില പ്രത്യേക കൂട്ടരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പതപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, താങ്ങിപ്പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അതേ കൂട്ടർ ഇന്ന് ആ പദപ്രയോഗം, മുന്ന എന്ന പദപ്രയോഗം ജോൺ ബ്രിട്ടാസിനെതിരെ നടത്തിയിരിക്കുകയാണ്. അതെന്താണ് കാരണമെന്നല്ലേ? ഇന്ന് പാർലമെൻറ്റിലൊരു സംഭവം നടക്കുകയുണ്ടായി. അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഏറെ വിവാദമായ PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, കേരളത്തിൽ അത് വലിയ വിവാദമായിരുന്നു. കാരണം ഈ PM ശ്രീ പദ്ധതിയിലൂടെ പാഠപുസ്തകങ്ങളിൽ സംഖ്യവൽക്കരണം അഥവാ കാവ്യവൽക്കരണം നടത്തുന്നു എന്നതായിരുന്നു ഇവിടുത്തെ പ്രധാന ആരോപണം. ആ ആരോപണം ഉന്നയിച്ചത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും മുസ്ലിം ലീഗും തുടങ്ങിയ പാർട്ടിക്കാരും മറ്റുമൊക്കെയായിരുന്നു. പക്ഷേ അപ്പോഴാണ് ആ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് കേരളം ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. അത് നേരത്തെ തന്നെ ഒപ്പുവെച്ചതാണെന്നും ആ വാർത്ത പുറത്തറിയാൻ താമസിച്ചാണ്. അങ്ങനെ രണ്ട് വാദങ്ങളുണ്ട്. എന്തായാലും ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നടത്തിയ വെളിപ്പെടുത്തൽ കേരള സംസ്ഥാന സർക്കാരുമായിട്ട് ഇതിൻ്റെ കരാർ ഒപ്പുവെക്കാൻ പാലമായിട്ട് അഥവാ മീഡിയേറ്ററായിട്ട് ഇടയ്ക്ക് നിന്നത് ജോൺ ബ്രിട്ടാസാണ് എന്നാണ്. സ്വാഭാവികം, കാരണം ഭാഷാപരമായിട്ടുള്ള ചില പരിമിതികൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്, ശിവൻകുട്ടിക്കുണ്ട്. അതിനാൽ ഇവർ തമ്മിൽ സംസാരിക്കാൻ ഒരു മീഡിയേറ്ററായിട്ട് പാലമായിട്ട് ജോൺ ബ്രിട്ടാസ് അവിടെ നിന്ന് കാണും. അങ്ങനെ ജോൺ ബ്രിട്ടാസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഇടത് സർക്കാർ ഒപ്പുവെച്ചത് എന്നാണ് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ജോൺ ബ്രിട്ടാസ് അവിടെയുണ്ട്. പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ അയാൾ അവിടെ ഒന്നും പറയുന്നില്ല, വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പക്ഷേ പുറത്ത് വാർത്തയായി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും മറ്റ് പാർട്ടിയിലുള്ള മുസ്ലിം നേതാക്കളെല്ലാം മുന്ന എന്ന പദപ്രയോഗം നടത്തിക്കൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെതിരെ വന്നിരിക്കുന്നത്. അതാണ് കർമ്മ ഈസ് എ ബുമറാങ് എന്ന് പറഞ്ഞത്. അതങ്ങനെ തന്നെ വേണമല്ലോ. മറ്റേ പ്രയോഗം നടത്തിയിട്ട് അതെല്ലാവരും മറക്കാൻ പോലും സമയമായിട്ടില്ല. അതിനു മുന്നേ ഇരട്ടിക്കിരട്ടിയായിട്ട് അങ്ങർക്ക് തിരിച്ചു കിട്ടി. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാന്യനുണ്ടല്ലോ, ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ, മുജാഹിദ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് മുസ്ലിങ്ങൾ തന്നെ. അവരിടയ്ക്ക് വർഷാവർഷം ഈ സമ്മേളനങ്ങളും മറ്റുമൊക്കെ നടത്തും. അപ്പോൾ ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ചില പ്രമുഖ വ്യക്തികളെയും അവർ അവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ തവണ ബ്രിട്ടാസിനെ ക്ഷണിച്ചപ്പോൾ അവിടെ ചെല്ലുക, ആശംസ അർപ്പിക്കുക, രണ്ട് നല്ല വാക്ക് പറയുക, തിരിച്ചു പോരുക എന്നതാണ് സാമാന്യ രീതിയിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇയാൾ അവിടെ പോയി പ്രസംഗിക്കുന്നു, ബാബറി മസ്ജിദ് തകർത്ത കാര്യം പറയുന്നു, അവിടെ രാമക്ഷേത്രം പണിത കാര്യം പറയുന്നു. ഇങ്ങനെ ഓരോന്ന് പോയിൻ്റായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ആ വേദിയിലിരിക്കുന്ന മറ്റ് പൊറോട്ട തലക്കെട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന മത പുരോഹിതരുണ്ടല്ലോ, അവരെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അവരുടെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ. അങ്ങനെ ആ വേദിയിൽ പോയിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച കാര്യവും രാമക്ഷേത്രം പണിത കാര്യമൊക്കെ എനിക്ക് പറയേണ്ട കാര്യം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, തീയിൽ എണ്ണ ഒഴിക്കുക എന്ന പണിയാണ് അയാൾ അവിടെ ചെയ്തത്. അങ്ങനെ ഓരോ അവസരത്തിലും നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ കേസ് വന്നപ്പോഴും അയാൾ ഓടിപ്പാഞ്ഞ് അവിടെ പോയി. അതേ മനുഷ്യനെ നമ്മൾ പള്ളുരുത്തിയിൽ കാണുകയുണ്ടായില്ല. ഹിജാബ് വിവാദം വന്നപ്പോൾ അവിടെ അയാളുടെ പൊടി പോലും ഇല്ലായിരുന്നു. പിന്നെ ഈ ഡൽഹിയിൽ ഈ ഡോക്ടർമാർ, അതായത് ഈ വെള്ളക്കോളർ ഭീകരവാദികൾ നടത്തിയ ആ തീവ്രവാദി ആക്രമണത്തെപ്പറ്റി പോലും അയാൾ ഒരക്ഷരം ഇന്നേ നാഴിക പറഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ ഇസ്ലാമിസ്റ്റുകളെയും സുഡാപ്പികളെയും ഇത്ര കാലവും പതപ്പിച്ച് താങ്ങിപ്പിടിച്ച് നടന്നുകൊണ്ടിരുന്ന അതേ ബ്രിട്ടാസിനെ തന്നെ ഇന്നിതാ ഒരൊറ്റ വിഷയത്തിൽ അവർ തൂക്കിയെടുത്ത് തറയിലടിച്ച കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ശരിക്കും സന്തോഷം ഉണ്ടാക്കുന്നൊരു കാഴ്ച തന്നെയാണ്. കാരണം ആരെയാണോ ഈ സൂചിപ്പിക്കാൻ വേണ്ടി ഇത്ര കാലവും കുഴലൂതിയത്, ഒരൊറ്റ വിഷയത്തിൽ അവരതെല്ലാം മറന്നുകൊണ്ട് അങ്ങനെ തൂക്കിയെടുത്ത് തറയിലടിച്ചൊരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ബ്രിട്ടാസ് അത് എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്നുണ്ട്. അത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ, ബാക്കി വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.